ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സി പി ഒ ഡ്രൈവർ, IRB, WCPO തുടങ്ങിയ പരീക്ഷകളിലെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഓക്കെ, നമുക്കിതിൽ നമ്മൾ 77 വരെ പഠിച്ചു നിർത്തിയിരുന്നു അല്ലെ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ 77 വരെ പഠിച്ചു നിർത്തിയിരുന്നു. 78 എന്ന് പറയുന്നത് സ്റ്റാക്കിംഗ് ആണ്. സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ പൂവാല ശല്യത്തെയാണ് 78 സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. കേട്ടോ, പൂവാല ശല്യം 78 എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ 78 7 8 അല്ലെ. ഞാൻ പറഞ്ഞു പൊതുവെ 77 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവമാണ് അല്ലെ. ഓക്കെ, അതൊരു മോശ പ്രവൃത്തി. പൂവാല ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന കൂടുതലും പെൺകുട്ടികളെ എന്താണ് വലയിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത്, ഒരു പ്രണയിക്കുക എന്ന ലക്ഷ്യത്തോട് ചെയ്യുന്നതാണ്. പക്ഷെ ആ പെൺകുട്ടിക്ക് താല്പര്യം ഇല്ലാത്ത സിറ്റുവേഷനിൽ വീണ്ടും അവളെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നതിനെയാണ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരുന്നത്. കോഴി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയൂലേ. അപ്പൊ അതിന്റെ ശിക്ഷ 3 വർഷം തടവും പിഴയാണ്. 3 വർഷം തടവും പിഴയുമാണ്. രണ്ടാമത് വീണ്ടും ആവർത്തിച്ചിട്ടുള്ള പൂവാല ശല്യത്തിനുള്ളത് ആദ്യ ശിക്ഷയ്ക്ക് ശേഷം വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 5 വർഷം തടവും പിഴയാണ് ലഭിക്കുന്നത്. 5 വർഷം തടവും പിഴയും. പിന്നെ അത് ഈ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, നോൺ ബെയിലബിൾ ആണ്. അതായത് ജാമ്യം ലഭിക്കൂല ആ കുറ്റകൃത്യം. അപ്പൊ സ്റ്റാക്കിംഗ് ഇങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ എട്ടും പൊട്ടും തിരിയാതെ കിടന്ന് നടക്കുക എന്നങ്ങ് പഠിച്ചാൽ മതി. ഒരു പെണ്ണിനെ ലൈൻ അടിക്കാൻ വേണ്ടി എട്ടും പൊട്ടും തിരിയാതെ കിടന്ന് നടന്നുകൊണ്ട് ഇരിക്കുക. അപ്പൊ 78 കണക്ട് ചെയ്യാം. കേട്ടോ, പൂവാലനാണ്. പൂവാലൻ, അതിന് വേണമെങ്കിൽ ഇതും പഠിക്കാം. പൂവാലൻ എന്ന് പറയുമ്പോൾ ഈ 0 കൂടാതെ ഒരു കണ്ടിന്യൂഷൻ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചത്. 0 വലച്ചിട്ട് പിന്നെ ഒരു കണ്ടിന്യൂഷൻ 8. 78 കണക്ട് ചെയ്തൂടെ? ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പൂവാലൻ അതിന്റെ ഒരു റൗണ്ടിന്റെ കൂടെ പിന്നെ കണ്ടിന്യൂഷൻ 8 കൂടെ ഉണ്ട്. അങ്ങനെ വെച്ച് പഠിക്കണം. ഓക്കെ, അടുത്ത 79 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ ഒരു സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള സംസാരവും പ്രവർത്തികളും ഒക്കെയാണ് 79 വരുന്നത്. 3 വർഷം തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഓക്കെ, 80 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 80 ഡൗറി ഡെത്താണ്. സ്ത്രീധന മരണമാണ് 80ാമത്തെ BNS വകുപ്പിൽ പറയുന്നത്. അത് കോഡ് എന്ന് പറയുന്നത് 8ാമത്തെ ഈ 7 വർഷം, അതാണ് ഏറ്റവും വലിയ കോഡ്. അപ്പൊ 80 ഡൗറി ഡെത്താണ് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ മാരേജ് കഴിഞ്ഞ സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനകത്താണ് മരണപ്പെടുന്നതെങ്കിൽ അത് പരിശോധിക്കും. അവരെ വീട്ടിലോ ഭർത്താവുമായിട്ടോ എന്തെങ്കിലും സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ, ഇഷ്യൂസ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ ഹിസ്റ്ററി മൊത്തം പരിശോധിക്കും. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ടോർച്ചർ കാരണം മരിച്ചതാണെന്ന് വിലയിരുത്തും. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നോർമൽ ഡെത്ത് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 7 വർഷത്തിനകത്താനുള്ള കാര്യമാണ് വിവാഹം കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് 7 വർഷം തടവും പിഴയും ലഭിക്കാം. അത് ജീവപര്യന്തം വരെ നീളം, മിനിമം 7 വർഷമാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ എളുപ്പമുണ്ട്. 80 ഡൗറി ഡെത്താണ്. 7 വർഷത്തിനകത്ത് മരണപ്പെടുകയാണെങ്കിലുള്ള കാര്യമാണ്. അതുകൊണ്ട് 7 വർഷം തൊട്ട് ജീവപര്യന്തം വരെ ശിക്ഷയും പിഴയും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 81ാമത്തെ വകുപ്പ് 81ാമത്തെ വകുപ്പ് മാരേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാരേജ് ചീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 81. അതായത് കല്യാണം കഴിക്കുക എന്ന ഉദ്ദേശം പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ച് ലൈംഗിക വീഴ്ച നടത്തുക, അതൊക്കെയാണ്. അല്ലെങ്കിൽ മാരേജ് ചീറ്റിംഗ് ഒക്കെയാണ് 81 വരുന്നത്. 81 10 വർഷം തടവും പിഴയുമാണ് ലഭിക്കുന്നത്. ഒക്കെ കൂടിയ സെക്ഷൻസ് ആണ്. 82 2 കാര്യങ്ങളുണ്ട്. ഒരു ഭാര്യയോ ഭർത്താവോ നിലവിലിരിക്കെ ആ പാർട്ട്ണറിൽ ഒരാൾ മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഉള്ള കേസാണ് 82ാമത്തെ വകുപ്പിൽ വരുന്നത്. 82 1 അത് പറയുന്നത്. ഭാര്യയോ ഭർത്താവോ നിലവിലുണ്ടായിരിക്കെ ആ പാർട്ട്ണറിൽ ഒരാൾ മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ശിക്ഷയാണ് 82 1 വരുന്നത്. 82 1 വരുന്നത്. 82 2 മറച്ചു വെച്ചിട്ടുള്ള വിവാഹം. അതായത് നമ്മൾ മറ്റൊരാളെ വിവാഹം കഴിക്കുകയല്ലേ, ആ കഴിക്കുന്ന ആളെ മറച്ചു വെച്ചിട്ട് എനിക്കൊരു ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭർത്താവുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടുള്ള വിവാഹത്തെ 82 2 പറയും. അപ്പൊ ഇതിൽ 81 കോഡ് ഞാൻ പറഞ്ഞുതരാം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് സാധാരണ ഈ ഒളിച്ചോട്ടം ഇങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ വന്ന് പെടാറ്, പോക്സോ ഒക്കെ ആവാറുണ്ട്. അപ്പൊ ഈ പ്രായപൂർത്തിയായ ഒരാള് ഒരു മാരേജ് ചീറ്റിങ്ങിൽ വരികയാണെങ്കിൽ, ഒരു പെൺകുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്നത്. അപ്പൊ ഈ 18 അങ്ങ് തിരിച്ചിട്ടാതെ ഇപ്പൊ 81 ആവും. 18 താഴെയാണെങ്കിൽ പോക്സോ കേസ്. സ്കൂൾ കാലയളവിൽ ഓരോരുത്തരുടെയൊക്കെ ഒളിച്ചോടെ ബസ്സിൽ കൊണ്ടാക്കുന്ന ആളുടെയോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെയൊക്കെ, ട്യൂഷൻ അധ്യാപക, അങ്ങനെയൊക്കെ ഒരുപാട് കേസസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ അവരൊന്നും മോശപ്പെട്ടവരെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ 18 വയസ്സാവാത്ത ഒരു കുട്ടിക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അതിന് ശേഷമുള്ളവരൊക്കെ എന്താണ് മാരേജ് കാര്യങ്ങളൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
പക്ഷേ അവർക്ക് പറ്റുന്ന ചീറ്റിംഗ് കേസ് പറയുന്നതാണ് ഈ 18 തിരിച്ചിടുക 81 അങ്ങനെ വെച്ച് പഠിക്കാം. അപ്പൊ 82 അറിയാലോ, ഭാര്യയും ഭർത്താവോ ആരെങ്കിലും ഒരാളുടെ പാർട്ട്ണർ ഉണ്ടായിരിക്കെ നിയമപരമായി വിവാഹം കഴിച്ച ആള് വീണ്ടും വിവാഹം കഴിക്കുകയാണെങ്കിലുള്ള കേസാണ് 82 ഒന്ന് പറയുന്നത്. 7 കൊല്ലമാണ് തടവും പിഴയും. പിന്നെ 82 2 പറഞ്ഞാൽ മറച്ചു വെച്ചിട്ടുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അയാൾക്ക് പൂർവ്വ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എനിക്ക് എന്താണ് ഞാൻ കല്യാണം കഴിഞ്ഞാണെന്നും പറയാതെ അവരെ ചീറ്റ് ചെയ്ത് മാരി ചെയ്യുന്നതാണ് 82 2 വരുന്നത്. അത് 10 വർഷം തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. വിവാഹ ചടങ്ങ് ഫേക്കായിട്ട് നടത്തുക, അതായത് കള്ളം പറ്റിച്ച് വിവാഹം കഴിക്കണം എന്ന ആ ചടങ്ങ് നടത്താൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഏതൊരാളും BNS 83 പ്രകാരം, 3 എന്ന് പറയുമ്പം മനസ്സിലായി, 3G ആലോചിച്ചത്, 3GI എന്നുള്ള കോഡ് ആലോചിച്ചാൽ മതി, 3. അപ്പൊ അതിന് അങ്ങനെ 3G ആക്കാൻ വേണ്ടി ചെയ്യുന്ന വിവാഹ ചടങ്ങുകളെ കുറിച്ചാണ് 83 പറയുന്നത്. ചടങ്ങ് അങ്ങനെ ഉണ്ടെങ്കിൽ പഠിക്കാം, ചടങ്ങ് 1 2 3. ഓക്കെ, ഇപ്പൊ 7 വർഷം തടവും പിഴയും ലഭിക്കുന്നതാണ് 83. 84 എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ, വിവാഹിതയായ ഒരു സ്ത്രീയെ അവിഹിത ബന്ധത്തിലേക്ക് ഏർപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യമാണ് 84ാമത്തെ സെക്ഷനിൽ. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ പുറകെ നടന്ന് മറ്റൊരു റിലേഷൻ ഡെവലപ്പ് ചെയ്ത് അവളെ മോശ സ്ത്രീ ആക്കുക. അതായത് ആ ഒരു കാര്യം പിന്നെ ലോകം മൊത്തം അറിഞ്ഞ ആ സ്ത്രീ വളരെ താഴേക്കിടയിലോട്ട് അതപ്പയ്ക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വരാറില്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട 84ാം സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിഹിതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മാരി ചെയ്ത വുമണിനെ ഒരു ഭാര്യയെ സമീപിക്കുന്നതാണ്, ഭാര്യയാകുന്ന സ്ത്രീയെ സമീപിക്കുന്നതാണ് 84. അതായത് 8ന്റെ പകുതി 4 അപ്പൊ അരപ്പണി എന്നങ്ങ് ആലോചിച്ചത്. അരപ്പണി 8ന്റെ പകുതിയാണ് 4, 84. അപ്പൊ അരപ്പണി ചെയ്യുക എന്ന് ആലോചിച്ചാൽ മതി, അരപ്പണി അവിഹിതം. അപ്പൊ അതിന്റെ ആ ഒരു പരിപാടിക്ക് 2 വർഷമാണ് പിഴ പ്ലസ് തടവ് ലഭിക്കുന്നത്. 2 വർഷം തടവും പിഴയും ലഭിക്കും. 8ന്റെ പകുതിയാണ്, അതായത് ഹാഫ് ആണ് 4. അപ്പൊ അതിന് 2 കിട്ടും. ഓക്കെ, 85ാമത്തെ സെക്ഷൻ അതായത് വിവാഹത്തിന് ശേഷം അവരുടെ ഭർത്താവിന്റെ വീട്ടിലോ ഭർത്താവിന്റെ ബന്ധുക്കളോ കൊണ്ട് മൂലം ഉണ്ടാവുന്ന ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന മാനസിക അസ്വാസ്ഥ്യം, ക്രൂരതയെ കുറിച്ച് പറയുന്നതാണ് 85. ക്രൂരത 1 2 3 വർഷം തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. 86 ക്രൂരത എന്ന് പറയുന്ന ടേം, അതിന് നിർവചനം നൽകുന്ന സെക്ഷനാണ് 86. മാനസികമായോ ശാരീരികമായോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒക്കെ സ്ത്രീയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതും പീഡനങ്ങളെ ഏൽപ്പിക്കുന്ന, ശാരീരികമായ പീഡനങ്ങളെ ഏൽപ്പിക്കുന്നതൊക്കെ ഇതിൽപ്പെടും. നിങ്ങൾ സീരിയലിലൊക്കെ കാണുന്ന പരിപാടിയാണ്. അതില് പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഡ് ഇതാണ്. പൂവാലൻ അതിന്റെ ഈ ചിഹ്നം അത് ആലോചിച്ച് 8 കണക്ട് ചെയ്യുക. 81 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടിക്ക് പറ്റുന്ന അബദ്ധവും പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അങ്ങനെ പഠിച്ചെടുത്താൽ മതി. അപ്പൊ ഒന്നുകൂടെ സെക്ഷൻസ് ഒന്ന് പറഞ്ഞുതരാം. 78 സ്റ്റാക്കിംഗ് ആണ് പൂവാല ശല്യം. അതില് 3 വർഷം തടവും പിഴയാണ്. പിന്നെ അത് വീണ്ടും ആവർത്തിച്ച് 5 വർഷം തടവും പിഴയും. പക്ഷെ അപ്പൊ ജാമ്യം കൊടുക്കത്തില്ല. ഇനി 79 എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ ആ സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾക്ക് 79 പ്രകാരം കേസെടുക്കും. 3 വർഷം തടവും പിഴയാണ്. ആദ്യത്തെ കേസ് നമ്മൾ എത്രയാണ് 3 തുടങ്ങുന്നത്. പക്ഷെ ഇത് ആണെങ്കിൽ ആവർത്തിക്കും നോൺ ബെയിലബിൾ ആണ്. 80ാമത്തെ ഡൗറി ഡെത്തിനെ കുറിച്ച് പറയുന്നു അല്ലെ. 80 ഡൗറി ഡെത്ത്, സ്ത്രീധന മരണം, സ്ത്രീധന നിരോധന നിയമം എത്രയാണ് 1961 അല്ലെ, അറിഞ്ഞൂടെ. 7 വർഷത്തിൽ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് മുമ്പ് ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള തടവും പിഴയും ലഭിക്കാവുന്നതാണ് ഈ ഒരു കേസിൽ. 81 നമ്മൾ പറഞ്ഞ കോഡ് വെച്ച് കിട്ടും. 82 ഭാര്യയോ ഭർത്താവോ ഒരു പാർട്ണർ ഉണ്ടായിരിക്കും, വിവാഹം കഴിഞ്ഞ് പാർട്ണർ ഉണ്ടായിരിക്കുക മറ്റൊരു വിവാഹം കഴിക്കുന്നതാണ് അതിന്റെ പറയുന്നത്. 82ൽ 1 അത് 7 വർഷം തടവും പിഴയും ലഭിക്കും. 82ൽ 2 എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചിട്ടുള്ള ഒരു കല്യാണം കഴിഞ്ഞാണ് എന്ന് മറച്ചു വെച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചുള്ള കുറ്റകൃത്യം. രണ്ടും പ്രത്യേകം പറഞ്ഞാൽ ഒന്നാണ്. പക്ഷെ ആ പറയുന്ന രീതി മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ നാളെ കിട്ടും. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. 83 വിവാഹ ചടങ്ങുകൾ, ചടങ്ങ് 1 2 3 3G ആക്കി എന്ന് പറയൂലേ, അതെ കേട്ടാ, ആ പരിപാടിയാണിത്. അതായത് ഫേക്കായിട്ടൊരു വിവാഹ സെലിബ്രേഷൻ പാർട്ടിയൊക്കെ വെച്ച് വിവാഹം കഴിഞ്ഞായിട്ട് വരുത്തി തീർത്തിട്ട് ചതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന പരിപാടി. മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ ഉണ്ട്, ജയറാം മമ്മൂട്ടി. അപ്പൊ അതില് നത്ത് എന്നാണ് മമ്മൂട്ടിയുടെ ഇടം പേര് അല്ലെ, നത്ത്.
അതാലോചിച്ചാൽ മതി. തിരിച്ചിട്ട 3 ആയില്ലേ? അതില് കവിയൂർ പൊന്നമ്മയല്ലേ അവര് പേര്? കവിയൂർ പൊന്നമ്മ, കവിയൂർ അല്ലേ ഒരു പേര് ഞാൻ പറഞ്ഞു. അവര് വിവാഹം കഴിക്കുന്ന സീനുണ്ട്, പൈസയ്ക്ക് വേണ്ടി വിവാഹം കഴിയും. ആലോചിച്ചാൽ മതി. 84 അവിഹിതം അല്ലേ, അരപ്പണി എന്ന് ആലോചിച്ചാൽ മതി. അതായത് എന്താണ്, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ ശാരീരിക ബന്ധം, അതായത് ഒരു റിലേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കുറ്റകരമാണ്. ഭർത്തൃത്വത്തിൽ നിന്നുള്ള എന്താണ് നുഴഞ്ഞു കയറ്റം അല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോകൽ, അതൊക്കെയാണ് അതിൽ വരുന്നത്. അത് അവിഹിതം ഉണ്ടാക്കി മാറ്റി ആ സ്ത്രീയെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. അത് 84ാമത്തെ വകുപ്പിൽ വരും. BNS 2 വർഷമാണ് അതിന്റെ. അത് 8ന്റെ പകുതിയാണ് 4 എന്ന് ആലോചിച്ചത്. 2 വർഷമാണ് തടവും പിഴയും. 85 ഭർതൃഗ്രഹത്തിലെ ക്രൂരതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. 3 വർഷമാണ് അതിന്റെ തടവും ശിക്ഷയും. പിന്നെ ക്രൂരതയെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് 86. ഇത്രയും പഠിക്കുക. അടുത്ത വീഡിയോ കാണാം.